ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ സരോവരത്തേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, ഇതാ അവരെല്ലാവരും ഉണ്ട്. ഇതാ എൻ്റെ അനിയൻ്റെ മക്കളുണ്ട്, മോനുണ്ട്, ഇതാ അനിയൻ്റെ ഭാര്യയുണ്ട്. അവൾ മുന്നിലേക്ക് പോയിക്കാൻ. ഇത് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ. ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, എന്നാലും കുറച്ച് നടക്കാണ്ട്. ഞങ്ങളെ റെസിഡൻസിൻ്റെ പ്രോഗ്രാം ആദ്യം എവിടെയായിരുന്നു കേട്ടോ ഉണ്ടായത്. ഈ വർഷം പക്ഷേ കുറച്ച് മാറി സ്ഥലം. ഞങ്ങള് അങ്ങനെ നടന്ന് പോവാണ് ഗൈസ്. ഭയങ്കര പ്രൗഡാ പറയാ മിസ്സിന്റെ വീട്. ഈ കുളത്തിലായിരുന്നു പണ്ട് എല്ലാ കുട്ടികളും വന്നിട്ട് നീന്തൽ. യെസ്, എല്ലാവരും കുളിക്കലുണ്ടായിരുന്നു. വലിയ കുളം. ഇതാണ് ഊട്ടുകുളം കേട്ടോ. ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുളമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രേഡ് സെൻറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ പോയാൽ നമ്മളെ സരോവരം ബയോ പാർക്കിലെത്തും. ഇതാ ഇവരെ അമ്മയാണ് കേട്ടോ. ഇത് എൻ്റെ അനിയൻ്റെ ഭാര്യ അജിൻഷ. അത് നല്ല ഭംഗിയുള്ള പൂ. അങ്ങനെ മക്കളൊക്കെ നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു. എന്നാലും പക്ഷെ അവർക്ക് കുഴപ്പമില്ല, അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ സരോവരത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ മക്കളൊക്കെ അങ്ങോട്ട് പോയി, ഞാൻ പോട്ടെ ഏതായാലും. ഇതാണ് നമ്മളെ വൈഗമോൾ. ഇതാണ് വിക്കി. ഹായ് വിക്കി. ഇതാണ് വൈഭവ്. ഇവിടെ ഓപ്പൺ ജിം ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വന്നാൽ വലിയവർക്കൊക്കെ നല്ല രസമായിട്ട് ചെയ്യാം. ഇവിടെ ഇന്ന് ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ല ഇന്ന് ഇവിടെ ഉള്ളത്. വൈഗ, ഇന്ന് നമ്മൾ മാത്രം ഇവിടെ ഉള്ളത്, ആരും എത്തിയില്ലല്ലോ. ബോട്ടിങ്ങൊക്കെ അത് അപ്പുറത്തേക്കുണ്ട്. ഓ, ആരില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇവിടെ. ഇവിടേക്കൊക്കെ നിറയെ സ്ഥലമുണ്ട്, കുറേ ഉള്ളോട്ടേക്ക്. പക്ഷെ കുറേ ആൾ വരുമ്പോൾ നല്ല രസമാട്ടോ. പക്ഷെ ഇവിടെ ഒന്നും ആരുമില്ല. ഇന്ന് ആരും ഇല്ലാത്തത് കാരണേ നിങ്ങൾക്ക് എല്ലാത്തിലും കയറാൻ വേണമെങ്കിൽ. എന്താണ് വിക്കി? ഇങ്ങനെയാ വരുന്നേ. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങളിങ്ങനെ സരോവരത്തിലൊക്കെ പോയി കുറേ സ്ഥലമൊക്കെ കണ്ട് എന്തൊക്കെയോ കുത്തക്കേട് കളിക്കേണ്ടവർ.
എവിടെ പോയി മുഗിൽഷ? ഞങ്ങൾ ബോട്ടിംഗ് കാണാൻ പോകുമ്പോ ഞാനില്ലേ ഞങ്ങൾ അങ്ങനെ ബോട്ടിംഗ് അവിടെ ഉള്ള സ്ഥലത്തേക്ക് പോകട്ടോ. ബോട്ടിങ്ങിന് പോകാൻ പോവാണ്. ബോട്ടിങ്ങിന് പോകുന്ന സമയം കഴിഞ്ഞിട്ട് തോന്നുന്നു. നമുക്ക് പോകാൻ പറ്റുമോ? അല്ല, ബോട്ടിങ്ങിൻ്റെ സമയം കഴിയാനായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾ പോകുന്നുണ്ട് അവിടേക്ക്. ഒന്ന് കാണാമല്ലോ. അങ്ങനെ എല്ലാവരും കുഴങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതാ ഈ വഴി കൂടെ അങ്ങനെ പോവാണ്. പക്ഷേ ഇവിടെയുള്ള ഈ ഭയങ്കര സ്മെല്ല്, ഇതിലെ പോകാൻ പറ്റുന്നില്ല. കനാലിന് ഈ ഒരു ഭയങ്കര സ്മെല്ലുണ്ട്. നടക്കാൻ തന്നെ പറ്റുന്നില്ല. അതിനെല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട് നടന്ന്. ഞങ്ങളങ്ങനെ ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോവുകയാണ്. പക്ഷെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ജിമ്മിലോട്ട് പോണം പോവാം. ഈ കനാലിൻ്റെ ഇതിലെ പോകുമ്പോൾ ഭയങ്കര സ്മെല്ല്, ചീത്ത സ്മെൽ. കുഴങ്ങിയ മക്കളെ? അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് എത്തിയതാണ് കേട്ടോ. പക്ഷേ ഇവിടെ ആരും ഇല്ല. ബോട്ടിങ്ങിന് പോകാനാണെങ്കിലും അത്ര ഒരു സുഖം പോരാ. കാരണം എന്താ വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഭയങ്കര ബ്ലാക്ക് കളറായിട്ട് കേട്ടോ. അത് ഞങ്ങളൊരു മൂങ്ങിയല്ല എന്തോ ഒരു ജീവിയാണ് ഇതിപ്പോ സംഭവം. ഗൈസ് നിങ്ങൾക്കറിയാമോ ഇത് എന്താന്ന്? കൊക്കൊക്കെ ഉണ്ട്. മൂങ്ങിയല്ല എന്തായാലും. കൊക്ക് വേറെ വീട്. ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഏകദേശം കഴിയാനായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി എടുക്കും കേട്ടോ ഞങ്ങൾ. ഓക്കെ, ഹലോ ഗൈസ്, ഞങ്ങളെ വീഡിയോ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഒരു ഐസ്ക്രീമോട് കൂടി ഏകദേശം കഴിയാനായിട്ടുണ്ട്. കുറച്ചും കൂടി ചിലപ്പോൾ പ്രതീക്ഷിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സരോവരത്തിൻ്റെ ആ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ ഒരു ഐസ്ക്രീംകാരുണ്ടായിരുന്നു. അവിടുന്ന് ഐസ്ക്രീം കഴിച്ച് എല്ലാവരും ഐസ്ക്രീം കഴിക്കുക ഗൈസ്. ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് കോൾഡായത് കാരണം എനിക്ക് എപ്പോഴും ചുമ വരും വേഗം. അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടോ നോക്കി, പക്ഷെ ചായ ഒന്നും കിട്ടിയില്ല അവിടെ. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇവർ കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ സരോവരത്തിൽ പോയി തിരിച്ചു വരികയാണ്. വീട്ടിലേക്കാണ് ഇനി പോകുന്നത് നേരെ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒന്ന് ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണേ. കാരണം ഞാനിതാ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ പ്ലീസ് സപ്പോർട്ട്.